ഏപ്രിൽ മാസത്തിലെ 300 രൂപ വെച്ചുകൊണ്ടുള്ള ദിനബത്ത മാസം 9,000 രൂപ വീതം ഒരു കുടുംബത്തിലെ രണ്ടാൾക്ക് കിട്ടുന്ന പണം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മുഴുവൻ ദുരന്തബാധിതരുടെ അക്കൗണ്ടിൽ ഏപ്രിൽ മാസത്തെ കൂടി എത്തും. നാളെ രാവിലെ ആർക്കും ബാങ്കിൽ പോയി അത് വിഡ്രോ ചെയ്യാനുള്ള സൗകര്യവും സംവിധാനവും ഉണ്ടായിരിക്കും. ഏപ്രിൽ മാസത്തെ ദിനബത്ത 18-ാം തീയതി വരെ വൈകി എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. ഞാൻ നേരത്തെ ആലോചിച്ചു, പല മാധ്യമ സുഹൃത്തുക്കളുടെയും അക്കൗണ്ടിൽ ആ മാസത്തെ ശമ്പളം വരുന്നതിന് മുമ്പ് ഈ മാസത്തെ ദിനബത്ത കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ മാസത്തെ എത്തിച്ചേരാൻ 18 ദിവസം വൈകിയത് എന്തുകൊണ്ടാണെന്ന ചോദ്യം സർക്കാരിനെതിരെയാണ് തിരിക്കുന്നത്. അതിലും വിരോധമില്ല. പക്ഷേ 18/1/2026 സർക്കാരിൻ്റെ ദുരന്ത നിവാരണ വകുപ്പിൻ്റെ 41/2026 ഉത്തരവ് പ്രകാരം ജൂൺ മാസം വരെ ദിനബത്ത എല്ലാവർക്കും കൊടുക്കാനുള്ള ഉത്തരവ് 18/1/2026 തന്നെ ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട്. അത് ജൂൺ മാസം 2026 വരെ ആ ദിനബത്ത കൊടുക്കാനും അതിനു മുമ്പ് വീടിൻ്റെ താക്കോലേറ്റ് വാങ്ങിയതായിട്ട് ഇപ്പോൾ നമ്മൾ കരുതുന്നില്ല. വീട്ടിൽ താമസം തുടങ്ങും വരെ അത് കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഉത്തരവ് 18/1/2026 സർക്കാർ ഇറക്കിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തൊരു ഉത്തരവ് ഒരു കുറവുണ്ടായിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് ഏപ്രിൽ ആദ്യം കിട്ടിയില്ല? സാധാരണ നിലയിൽ മാർച്ച് മാസം 31 കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എക്കണോമിക്കൽ ഇയർ എൻഡിംഗ് ആണ്. എക്കണോമിക്കൽ ഇയർ എൻഡിങ്ങിന് മുമ്പ് TSP അക്കൗണ്ടിലേക്ക് മാറ്റിയില്ലെങ്കിൽ അതേ അക്കൗണ്ടിൽ തന്നെ കിടന്നാൽ ഓട്ടോമാറ്റിക്കായി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ഇന്ത്യ ഗവൺമെൻറ്റും അത് തിരിച്ച് ഫിനാൻസ് വകുപ്പിലേക്ക് പോകും. വീണ്ടും ഏപ്രിൽ മാസം മുതൽ അത് തിരിച്ച് അലോട്ട് ചെയ്യണം. ഈ ഒരു പ്രക്രിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ടും എല്ലാ ഏപ്രിൽ മാസത്തെയും ആദ്യത്തെ 2 ആഴ്ച ശമ്പളത്തിനാണ് മുൻഗണനാപ്രകാരമായിട്ടുള്ള സംവിധാനം ഉണ്ടാവുക എന്നുള്ളതുകൊണ്ടും ഇന്നലെ വൈകുന്നേരമാണ് അത് ക്യാഷ് ചെയ്തത് എന്നുള്ളത് ഒഴിച്ചാൽ അക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. പറയാൻ മറന്നുപോയൊരു കാര്യം, 20 മാസവും ഒരു മാസം പോലും തെറ്റാതെ വാടകയും ദിനബത്തയും കൂപ്പണും ഈ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്.